സ്കിൻ കെയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന പലർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ് നമ്മൾ സെറം എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ സൺസ്ക്രീൻ മേക്കപ്പിന് മുന്നേ ആണോ അതോ ശേഷമാണോ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് വാഷിംഗ് അല്ലെങ്കിൽ ഫേസ് ക്ലെൻസിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. അപ്പോൾ ചിലവർ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നവരുണ്ട്, അതും അല്ലെങ്കിൽ ബേബി സോപ്പോ അല്ലെങ്കിൽ ഡവ് പോലെയുള്ള മൈൽഡ് ആയിട്ടുള്ള സോപ്പ് യൂസ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങളുടെ സ്കിന്നിന് നല്ലതാണെന്ന് തോന്നിയിട്ടുള്ളത് അത് യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം. അപ്പോൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ള സ്കിന്നിലേക്ക് വേണം നമ്മൾ എന്ത് സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒരുപാട് എമൗണ്ട് എടുക്കാണ്ട് കുറച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ ഫേസ് ക്ലെൻസ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമില്ലാത്തൊരു സ്റ്റെപ്പാണ്. ഇപ്പോൾ നിങ്ങളുടെ സ്കിൻ കുറച്ച് ഓയിലി സ്കിന്നാണ്, ആക്നി പ്രോൺ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്ത് കുറച്ചും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സ്റ്റെപ്പാണ് ടോണിംഗ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ സെറമൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടെ സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ടോണർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ റോസ് വാട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോണർ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ടാണ് നമ്മൾ സെറം നമ്മുടെ ഫേസിലേക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സെറം യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അല്ല, നമ്മൾ മോയ്സ്ചറൈസറിന് മുന്നേ വേണം ഈ ഒരു സെറം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫസ്റ്റ് ഏറ്റവും ലൈറ്റർ ആയിട്ടുള്ളത് തൊട്ടിട്ട് വേണം നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ലെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ക്രീംസ് പോലെയുള്ള സംഭവങ്ങൾ നമ്മൾ ഏറ്റവും ലാസ്റ്റത്തേക്ക് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം സെറം സ്കിന്നിലേക്ക് അബ്സോർബ് ആയതിനു ശേഷം നമുക്ക് നമ്മൾ ഏത് മോയ്സ്ചറൈസറാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു മോയ്സ്ചറൈസർ കുറച്ചെടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏത് പ്രൊഡക്റ്റ് ഇടുന്ന സമയത്തും അത് ഒന്ന് ജസ്റ്റ് ഫേസിലേക്ക് ഒന്ന് അബ്സോർബ് ആയിട്ട് ഒന്ന് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ അടുത്തത് നമ്മുടെ ഫേസിലേക്ക് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോയ്സ്ചറൈസർ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്, അല്ലെങ്കിൽ എന്താ പറയുക, യൂസ് ചെയ്യാൻ വേണ്ടി മടി കാണിക്കുന്ന ഒരു സ്റ്റെപ്പാണ് സൺസ്ക്രീൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, സൺസ്ക്രീൻ നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മേക്കപ്പിന് ശേഷം വേണോ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ളത്. മേക്കപ്പ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് നമ്മുടെ സ്കിൻ കെയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ മേക്കപ്പ് അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, നമ്മൾ കറക്റ്റായിട്ടുള്ള സൺ പ്രൊട്ടക്ഷൻ കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്കിൻ കെയർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടത്.